Hello guys, so welcome back to my YouTube channel. So as you all see my thumbnail, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ 29ാമത്തെ പിറന്നാൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ടു മേക്ക് ദ സംതിങ് സ്പെഷ്യൽ, ഇത്തവണ കുറച്ച് സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു. സോ എന്താ 29 എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. പക്ഷേ ഞാൻ എൻ്റെ ലേറ്റ് 20s-ലാണ്, അതായത് എനിക്കിനി 29 കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഇയർ 30-ലേക്ക് പോകും. അപ്പോൾ എനിക്ക് 20s-ൽ ഇനി ഒരു വർഷമില്ല. സോ ഐ തോട്ട് ടു മേക്ക് ദ സംതിങ് സ്പെഷ്യൽ. അപ്പം ദ ക്രേസിയസ്റ്റ് പാർട്ട് ഇസ് എൻ്റെ 29ാമത്തെ ബർത്ത്ഡേക്ക് എനിക്ക് 29 ഗിഫ്റ്റുകളാണ് വാങ്ങിയിട്ടുള്ളത്. ഇറ്റ്സ് ഓൾ ഹിയർ. അപ്പം നമുക്ക് തുറന്ന് നോക്കാം എന്താണ്. സത്യം പറഞ്ഞാൽ ഞാനിത് വാങ്ങിയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 months ഒക്കെ 3-4 months എന്തോ ആയിട്ടുണ്ട്. എനിക്കൊരു 60% സംഭവം ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഞാൻ ഓർക്കുന്നില്ല. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കേട്ടോ. എന്താ പറയുക, എനിക്ക് ഇഷ്ടമുള്ളതും വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നതും കണ്ടിഷ്ടപ്പെട്ടതും റാൻഡമായിട്ട് ആഗ്രഹം വന്നതും ഇഷ്ടപ്പെട്ടതും അങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ ഇതിനകത്തുണ്ട്. സോ ലെറ്റ്സ് ഓപ്പൺ. ഇത് കുറച്ച് അധികം ഉണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മുടെ ഫസ്റ്റത്തെ ഗിഫ്റ്റ്. ഇതൊക്കെ ഞാൻ തന്നെ പാക്ക് ചെയ്ത് ഞാൻ തന്നെ ഈ സാധനങ്ങളൊക്കെ ഒട്ടിച്ച് ചേട്ടാ കണ്ടില്ലേ കുറേ ദിവസമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയായി പോയത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാൻ വേഗം വേഗം കാണിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലാവും. സോ പെട്ടെന്ന് കാണിക്കാം. ഓക്കെ, ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ എന്തോ പ്രൊഡക്റ്റാണ്. ഞാനൊരു മിനിറ്റ് സിസേഴ്സ് എടുക്കാൻ വിട്ടുപോയി. ഓക്കെ, അപ്പം ഫസ്റ്റ് ബോക്സ് ഫ്ലിപ്കാർട്ടിന് എന്തോ ആണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് മറ്റേ ടെഡി ബെയറിൻ്റെ ഗുഡ് നൈറ്റ് ലാമ്പ് അല്ലേ, അതാണ് സംഭവം. ഇതിങ്ങനെ ഓൺലൈനിലൊക്കെ കണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയി നടന്നിരുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വാങ്ങാമെന്ന്. സോ ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. ഇതിവിടെ ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട്, അപ്പം ഇതൊക്കെ ചാർജ് ചെയ്തിട്ട് വേണം അത് കത്തിക്കാൻ. ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. തിരിച്ച് കവറിലേക്ക് തന്നെ കയറ്റാം. ചാർജിങ് കേബിളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ബാക്കിലേക്ക് പോട്ടെ. നമുക്ക് നെക്സ്റ്റ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇതൊരു ക്യാൻഡിലിൻ്റെ ലൈറ്റാണ്, ക്യാൻഡിലിൻ്റെ ഷേപ്പിൽ വരുന്നത്. ഇത് ഞാൻ എവിടെയോ പോയപ്പം റാൻഡമായി കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചൊന്നാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഗിഫ്റ്റ്. തേർഡ് വൺ, ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ലതാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിയതാണ്. ലൈക്ക് ഇറ്റ്. അപ്പം ഇതാണ് തേർഡ് ഗിഫ്റ്റ്, ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്ക്. ഫോർത്ത് വൺ നമുക്ക് ഈ സൈഡിൽ എടുക്കാം. ഇതെന്താണ് എനിക്കറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ ഞാൻ പറിച്ച് കളയുന്ന ഒരു സങ്കടം. ഇത് ഒരു 2 ഡ്രസ്സാണ്, ഒരു ഉടുപ്പ് പോലത്തെ ഒരു സംഭവമാണ്. രാത്രിയിലെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റിയൊരു സാധനമാണ്. മിന്നി മൗസിൻ്റെ ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഭയങ്കര ഇടാൻ പറ്റിയ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള 2 ഡ്രസ്സാണ്. ഞാൻ പെട്ടെന്ന് പുറത്ത് പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ വാങ്ങി, ഞാനങ്ങോട്ട് പാക്ക് ചെയ്തു. അപ്പോൾ ഇത് 2 എണ്ണം, ഒന്നിതും ഒന്നൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡുമാണ്. അപ്പോൾ ഇതാണ് 2 എണ്ണം. നെക്സ്റ്റ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം.
ഇതൊരു ഹെഡ്ഫോണാണ്. ഞാൻ കുറേ ആയിട്ട് വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നൊരു സാധനമാണ് കേട്ടോ. ബ്ലാക്ക് കളറിലാണ് ഞാൻ വാങ്ങിയത്. വേറെ ഷെയ്ഡൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ബ്ലാക്കാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ബ്ലാക്കിൽ വാങ്ങി. ഇതിൽ ചാർജിങ് കേബിൾ കാര്യങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി തുറന്ന് ചാർജൊക്കെ ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് പാട്ടൊക്കെ കേൾക്കാം. അപ്പോൾ ഇതാണൊന്ന്, ഇത് നോക്കാം. ഇതൊരു ബുക്കാണ്, സാധാ നോർമൽ ചെറിയൊരു ബുക്കാണ്. ലൈക്ക് ഇങ്ങനെ നോട്ട്സൊക്കെ എഴുതാൻ പറ്റിയ ഒരു കുഞ്ഞു ബുക്ക് ആൻഡ് എ പെൻ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഗിഫ്റ്റ്. നല്ല ചൂടുണ്ട്, ടയർഡായി. പക്ഷെ നമുക്ക് ഇനിയും കുറേ ഓപ്പൺ ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഓപ്പൺ ഇറ്റ്. ഓ, ഇത് കുറച്ച് കമ്മലുകളാണ്. ജുംക സെറ്റ്സ്. ഒന്ന് ലോട്ടസിൻ്റെ ഇത് ബ്ലാക്ക് കളറ്, പിന്നെ ഈ ഷെയ്ഡ്, പിന്നെ ഒരു ബ്ലാക്ക് റിങ് ജുംക, റിങ്ങിൽ വരുന്ന ഒരു ബ്ലാക്ക് ജുംക. ഓക്കെ, ഈ മൂന്ന് കമ്മലാണ് ഈ ബോക്സിനകത്തുള്ള. നെക്സ്റ്റ് നമുക്ക് ഇത് തുറക്കാം. ഇതെന്താന്ന് എനിക്ക് അറിയില്ല, നോക്കാം. ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് ഒട്ടും സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഭയങ്കര കെയർലെസ് ആണ് എല്ലാത്തിലും. സോ ഐ തോട്ട് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു സ്കിൻ കെയർ കിറ്റ് അങ്ങോട്ട് മേടിച്ചു. ഇത് ഫോക്സ്ടെയിലിൻ്റെ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ബോക്സാണ്. സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. പിന്നെ വൈറ്റമിൻ സിൻ്റെ ഒരു ബ്രൈറ്റനിങ് സിറം, പിന്നെ ഒരു ഓവർനൈറ്റ് ഗ്ലോ മാസ്ക് ആൻഡ് ഒരു സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ. ഈ ഫോക്സ്ടെയിലിൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ ഞാൻ കുറേ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. അതിനൊരു ബ്രാൻഡാണ് ഫോക്സ്ടെയിലിൻ്റെ ലിപ് ബാം. ഒന്നൊരു ഈ ഷെയ്ഡും ആൻഡ് ദി അതർ ഷെയ്ഡ് ഇസ് ദിസ് വൺ. ഇത് രണ്ടും മേടിച്ചതാണ്. പിന്നെ ഇത് ഫ്രീബിയാണ്, ബ്രൈറ്റനിങ് ബോഡി വാഷ്, ബോഡി സ്ക്രബ്. ഓക്കെ, ഇത് ഫ്രീബീസ്. രണ്ട് കുഞ്ഞ് ഫ്രീബീസ് ഉണ്ട് അവരുടെ തന്നെ. ഇറ്റ്സ് ക്യൂട്ട്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോക്സ്ടെയിൽ ബ്രാൻഡ് ഇസ് ടു ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ സ്കിന്നിന് ഭയങ്കര ഓക്കെ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാം. അടുത്തത് നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ഇതെന്താണെന്ന് എനിക്കറിയാം, തിരിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് കുപ്പായമാണ്. ഇത് ടാങ്ക് ടോപ്സ് ഇല്ലേ, കുഞ്ഞു ടാങ്ക് ടോപ്സ്. ഇതാണ് സംഭവം. ഒരു യെല്ലോയും ഒരു റെഡ്, പിന്നെ ഒരു ടീഷർട്ട്, നോർമൽ സാധാ ബ്ലൂ കളർ ടീഷർട്ട്. ഇത് മൂന്നുമാണ് നെക്സ്റ്റ് ഗിഫ്റ്റ്. ഐ മീൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് വലിയ പെട്ടി പൊട്ടിക്കാം. ഇതെന്താണെന്ന് എനിക്കറിയാം, ബിക്കോസ് ഇത്രയും വലിയത് ആകെ ഒരൊറ്റ പൊട്ടി എന്നൊക്കെ പറയുന്നത് പെട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയാം. എനിവേസ്, ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഇത് മേക്ക് മീ ബോൾഡിൻ്റെ ഒരു ഹെയർ
ഹോട്ട് എയർ ബ്രഷ് ആണ്. 3-in-1 ഹോട്ട് എയർ ബ്രഷ്. ഇത് ഞാനിങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് മേടിച്ചു. അപ്പം ഇതാണ് ഒരു ഗിഫ്റ്റ്. അപ്പം നമുക്ക് അടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇത് പെട്ടെന്ന് ഓപ്പൺ ചെയ്തില്ല, ഇതൊന്നും തീരില്ല. അതുകൊണ്ട് ഞാൻ വേഗം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒരുപാട് ഇന്ന് കഥ പറഞ്ഞാൽ നല്ല ലോങ് ആവും വീഡിയോ. അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീർക്കാം. ഹൗ അബൌട്ട് ദാറ്റ്? നല്ലതല്ലേ? ഓക്കെ, ഇതെന്തൊക്കെയോ നിറച്ചൊരു പെട്ടിയാണ്. ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെയോ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഒരു സിസേഴ്സ്. ഇതിൻ്റെ ഈ ഒരു ക്യൂട്ട്നെസ് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. ഒരു ഗ്രീനും ഒരു ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള സിസേഴ്സ്. ഇത് ഭയങ്കരമായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര എന്താ പറയുക, ഈ ഒരു എസ്തെറ്റിക് ലുക്ക് മാത്രമേ ഉള്ളൂ, വർക്ക് കുറവാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ സ്പോഞ്ചസ് ആണ്. നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സ്പോഞ്ചസ് ഇല്ലേ, അതൊരു 1 2 3 4 5 എണ്ണം ഉണ്ട്. ഓക്കെ, ഇതാണ്. പിന്നെ ഇത് ഒരു ക്യൂട്ട് സാധനമാണ്. ഇതും ഞാൻ ഇതിൻ്റെ ഒരു എസ്തെറ്റിക് ലൈക്ക് ആ ഒരു ക്യൂട്ട്നെസ്, ആ ഒരു ഭംഗി കണ്ടിട്ട് എടുത്തതാണ്. പിന്നെ ഒരു ചെയിന്, കമ്മല്, പിന്നെ ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു സാധനമൊക്കെ ഉള്ള ഒരു 2 സെറ്റാണ്. ഇതൊക്കെ ഭയങ്കര പ്രൈസ് കുറവാട്ടോ. ലൈക്ക് ഒരു 30-40 എന്തോ ഉള്ളൂ ഇതിനൊക്കെ. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. നമ്മൾ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒട്ടിക്കുന്ന ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഇല്ലേ, അങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ്. അപ്പം ഈ ബോക്സ് കാലിയായി. അടുത്തത് ഇതാണ്. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഓക്കെ, ഇത് യൂട്യൂബിൽ ഞാൻ വേറെ ആരുടെയൊക്കെയോ വീഡിയോസൊക്കെ കണ്ട് ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിയ സാധനമാണ്. സംഭവം ഒരു കിടിലൻ ബാഗാണ്. നല്ല ബാഗ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ബാഗ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്തു. എങ്ങനെയുണ്ട്? നൈസല്ലേ? നല്ലതാ. ഓക്കെ, അപ്പം ദിസ് ഈസ് ദ നെക്സ്റ്റ് ഗിഫ്റ്റ്. നല്ലതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുൾ ലൈക്ക് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബാഗ്. ഇത് ഒരു നോട്ടാണ്. എന്തെങ്കിലും എഴുതാൻ്റെ പിക്ചർ. എനിക്ക് ഇങ്ങനത്തെ നോട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ ഇങ്ങനെ വാങ്ങി വെക്കും. എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. എപ്പോഴും ഞാൻ ഇങ്ങനെ വാങ്ങി കൂട്ടും. അപ്പം ഇത് എന്തെങ്കിലും എഴുതാനോ വരയ്ക്കാനോ ഒക്കെ എടുക്കാം. പിന്നെ ഇത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ സ്റ്റിക്കി നോട്ട്സ്, ഓരോ ഷേപ്പിലും ഇതിലൊക്കെ ഉള്ള സ്റ്റിക്കി നോട്ട്സ്. അപ്പം ഇതാണ് അടുത്തത്. നോക്കാം. ഇത് സംഭവമൊന്നുമില്ല, ചെറിയൊരു പൗച്ചാണ്. ഒരു ബോക്സ് ടൈപ്പ് സാധനം. ഒന്നുമില്ല, ഒരു ക്രിസ്മസ് തീമിൽ വരുന്ന ഒരു പൗച്ചാണ്. നല്ലതായി. ഇതെനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ വാങ്ങിയത്. അപ്പോൾ ഇതാണൊന്ന്. നെക്സ്റ്റ് വൺ നോക്കാം. ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിക്കാൻ ഒരു ത്വര. ഇത് 2 റിംഗ് ആണ്. എനിക്കിങ്ങനെ റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് 2 റിംഗ് ആണ്. ഫസ്റ്റ് വൺ ഇതാണ്. നല്ലതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. Okay, and second one is a butterfly. ഇതും നല്ലതാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഇത് 2 റിങ്ങുകളാണ്. അടുത്ത ഗിഫ്റ്റ് ചൂടുണ്ട്.
അടുത്ത ഇത് സംഭവം ഞാൻ ഈ ബോക്സ് ആയിരുന്നു വാങ്ങിയിരുന്നത്, ബോക്സാണ് വാങ്ങിയിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതിനകത്ത് കുറച്ച് സാധനങ്ങൾ നിറയ്ക്കും. ഇത് കൈൻഡ് ഓഫ് ഓർഗനൈസർ ഒരു ബോക്സ് പോലെ ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഫില്ല് ചെയ്യാന്ന്. ഈ ഒരു സംഭവമല്ലേ, ഈ ഒരു എന്താ പറയുക ബ്ലേഡ്, ഇത് ഞാൻ തപ്പിക്കൊണ്ട് കിടക്കുന്നത്. ഇതിനകത്ത് വെച്ച് പൂട്ടി ഞാൻ മറന്നേ പോയി. അപ്പം ഇതൊരു ബ്ലേഡ്, ഇത് ആക്ച്വലി ഗിഫ്റ്റ് അല്ല കേട്ടോ, ഇത് ഞാൻ വെച്ച് മറന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പം ഇതിൽ വരുന്നത് ഇയറിങ് അല്ല, ഐ മീൻ സ്റ്റഡ്, ഒരു സ്റ്റഡ്, എഗെയിൻ ഒരു കുഞ്ഞു സ്റ്റഡ്, എഗെയിൻ ഒരു കമ്മൽ, ഐ മീൻ പേരുണ്ട്, ഇതിൻ്റെ പേരുകൂടി ഉണ്ട്. ഓക്കെ, ഇത് കമ്മൽ, പിന്നെ 3 റിങ് കേട്ടോ, എഗെയിൻ 3 റിങ്ങുകളാണ്. ഒരു ബട്ടർഫ്ലൈ, നല്ല രസമല്ലേ, നല്ല ക്യൂട്ടല്ലേ. 2 ബട്ടർഫ്ലൈ ആണല്ലോ എപ്പോഴും കേട്ടോ, മനസ്സിലാക്കി ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ആദ്യം. പിന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈശ്വര ഇതിലിട്ടാൽ എനിക്ക് കൂടാൻ പറ്റില്ല. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞാൽ ഒരു റിങ്, ഈ റിങ് കുറച്ച് കട്ടി ഉള്ള ടൈപ്പാണ്. ഇറ്റ്സ് ഗുഡ്. അപ്പം അതൊക്കെയാണ് ആ ബോക്സിലുള്ളത്. What is this? ഒളിഞ്ഞു നോക്കുന്നു. ഇത് ഞാൻ എവിടെയോ പോയപ്പോൾ വാങ്ങിയതാട്ടോ, ഒരു കമ്മലിൻ്റെ സെറ്റ്. സംഭവം ഞാൻ ഇങ്ങനത്തെ ഒന്നും അങ്ങനെ ഇടാറില്ല, പക്ഷേ ഞാൻ എന്തോ വാങ്ങി. അപ്പം ഇതെത്ര 1 2 3 4 5 6 പെയർസ് വരുന്ന ഒരു സ്റ്റഡിൻ്റെ സെറ്റാണ്. ഓക്കെ, ഈ ഒരു സാധനം ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വാട്ട് മാലയാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട മേടിച്ചൊരു മാലയുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് ഏതോ കാലം ഞാൻ പെട്ടിലാക്കി വെച്ചതാണ്, എനിക്കിതൊന്നും ഇടാൻ പറ്റിയില്ല. എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. നെക്സ്റ്റ് ഇതെന്താ നോക്കാം. ഹലോ, എന്നാ ശരി, ഞാൻ കഴിക്കാം, പോരാ. ശരി, അമ്മ വിളിച്ചാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതെന്താ നോക്കാം. ഈ സംഭവം കുലുക്കി നോക്കിയിട്ട് മനസ്സിലായി. ഇതും ഒരു മാലേൻ്റെ സെറ്റാണ്. ഒരു മാലയും 2 കുഞ്ഞു സ്റ്റഡ്, 2 സ്റ്റോൺസ് മാത്രം വരുന്ന ഒരു സ്റ്റഡ്. ഇത് ചോക്കറായിട്ട് ഇങ്ങനെ ഒക്കെ ഇടാൻ പറ്റിയ ഒരു സാധനമാണ്. ഇത് ഞാൻ എവിടെയോ പോയപ്പം റാൻഡംലി ഇഷ്ടപ്പെട്ട വാങ്ങിച്ചൊരു സാധനമാണ്. ഇതിനും വലിയ പ്രൈസൊന്നുമില്ല, ഭയങ്കര ചെറിയ പ്രൈസേ ഉള്ളൂ. വാട്ട് ഈസ് ദിസ്? ഫ്ലിപ്കാർട്ട്. എന്താ, ട്രാവൽ ചെയ്യുമ്പോൾ വെരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഞാൻ കുറേ കാലം എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ട് ഞാൻ മേടിച്ചൊരു സാധനം കേട്ടോ. ട്രാവൽ ഓർഗനൈസറാണ്. അതായത് പല സൈസിലുള്ള, ഇത് ഭയങ്കര ഫസ്റ്റ് വലിയ സൈസ്, ആൻഡ് അതിൻ്റെ ചെറിയ സൈസ്, അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് പാക്സ്. അതായത് നമുക്കിത് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കിത് ഭയങ്കര ഈസി ആവും. അതായത് ഡ്രസ്സുകൾ, ചപ്പല് ഒക്കെ അങ്ങനെ മാറ്റി പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ട്രാവൽ ഓർഗനൈസർ ആണിത്. ഇത് കുറേ ആയിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് മേടിച്ചൊരു സാധനം കേട്ടോ.
ഇത് ഭയങ്കര യൂസ്ഫുൾ. നമ്മൾ ഈ ട്രോളിയിലൊക്കെ ഫുള്ള് നിറച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യേണ്ട എന്തെങ്കിലും കൂടി താഴെ വീഴൂലേ, അപ്പം അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. സോ യു ക്യാൻ ടേക്ക് ദിസ്, ഐ മീൻ യു ക്യാൻ ഓർഡർ ദിസ് ഇഫ് യു വോണ്ട്. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഇതെന്താണെന്ന് എനിക്കറിയാം. ഇത് ഞാൻ അങ്ങനെ അത്ര ആഗ്രഹിച്ച് മേടിച്ച സാധനമല്ല കേട്ടോ. പെട്ടെന്ന് എനിക്ക് ഉപയോഗിച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നിയ ഒരു സാധനമാണ്. ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും വേണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ പെട്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് വാങ്ങി. ഒരു ഐപാഡാണ്. എൻ്റെ തള്ളലിട്ട് കറണ്ട് വരെ പോയി. ചൂടെടുത്തിരിക്കണമല്ലോ. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റ് ഒരു ഐപാഡാണ്. 256 GB ആണ്. 11th Gen. അയ്യോ, ഞാൻ യൂസൊക്കെ ചെയ്തിട്ടോ. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബ്ലൂ കളർ. നെക്സ്റ്റ് ഗിഫ്റ്റ് നല്ല ചൂട്, കറണ്ട് പോയിച്ച്. അപ്പോൾ ഇത് ഐപാഡിൻ്റെ കേസാണ്, കവറാണ്. അതങ്ങനെ യൂസ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കേസ്. ഇതെന്ത് ഗ്രീനാണെന്ന് എനിക്കറിയില്ല. ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കേസാണ്. Okay. And next one. ഇതൊരു പെൻസിലാണ്, കാണുന്നുണ്ടോ? ഒരു പെൻസിലും വാങ്ങി. അപ്പോൾ ഈ സൈഡിലെ ഗിഫ്റ്റൊക്കെ ഓൾമോസ്റ്റ് തീർന്ന്. ഇനി നമുക്ക് ഈ സൈഡിൽ ഒരു 3-4 ഗിഫ്റ്റുകൾ കൂടിയുണ്ട്. അതും കൂടി ഓപ്പൺ ചെയ്യാം. അപ്പോൾ അടുത്ത ഗിഫ്റ്റ് ഇതൊരു കവറാണ്. കവറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു റെഡ് സാരിയാണ്. ഓക്കെ, ഇതിങ്ങനെ ഞാൻ മടക്കിയത് ശരിയല്ല. ഓക്കെ, റെഡ് സാരി. നെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം. ചോക്ലേറ്റ് എന്നൊക്കെ പറയെങ്കിലും ചോക്ലേറ്റ് അല്ല. ചോക്ലേറ്റിന്റെ ഷേപ്പിലുള്ള ഒരു നോട്ട് ബുക്കാണ്. ഇറ്റ്സ് ക്യൂട്ട്, റൈറ്റ്? ഒരു ചെറിയൊരു സ്മെല്ലുണ്ട്, പക്ഷേ എന്തൊരു സ്മെല്ല് എനിക്ക് ഇഷ്ടമില്ല. അടുത്ത ഇതാണ്. പിന്നെ അടുത്ത ഗിഫ്റ്റ് ഇതാണ്. സംഭവം എനിക്ക് റാപ്പ് ചെയ്യാൻ കവറ് തീർന്നു പോയി. അപ്പോൾ ഞാൻ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ വെച്ചു. ഇതും ഒരു സാരിയാണ്. സൂര്യ സിൽക്സ് പോയപ്പം അവിടുന്ന് കണ്ടിഷ്ടപ്പെട്ടെടുത്തതാണ് ഒരു സാരി. അപ്പോൾ നെക്സ്റ്റ് വൺ ഈ ബാഗാണ്. ഇതും റാപ്പർ തീർന്നതുകൊണ്ട് ഞാൻ വെച്ചതാണ്. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് ബാഗ്. ഇതും നൈസാണ്. ഞാൻ അപ്പം തന്നെ കണ്ടിഷ്ടപ്പെട്ടു, അവിടെ തന്നെ എടുത്താണ് ഒരു ബ്ലാക്ക് ബാഗ്. നെക്സ്റ്റ് എന്താ? ഫ്ലിപ്കാർട്ട് എന്തോ ആണ്. ഗിഫ്റ്റ് ഇതാണ്. ഇതും ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ യൂട്യൂബിലും ഓരോ വീഡിയോസിലും ഒക്കെ കണ്ട് ഇരുന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. ഇതാണ് സംഭവം.
അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഗിഫ്റ്റുകളും തീർന്നു. ദ ലാസ്റ്റ് ഗിഫ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഇതെന്താ സംഭവം എനിക്കറിയാം. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു സാധനമാണ്. ഒരു DJI Osmo Pocket 3. I love this. Oh my god. I'm so happy. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഗിഫ്റ്റ്. ഞാനൊരു ബണ്ടിൽ കിറ്റാണ് മേടിച്ചത്. അപ്പം ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ബാറ്ററീസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ചെയ്യാം. ഓക്കെ. അപ്പം സോ I'm so grateful. I'm so happy. So maybe ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക മേ ബി ഓൺ മൈ ബർത്ത്ഡേ ഓർ അത് കഴിഞ്ഞിട്ട് എപ്പോഴൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ലൈക്ക് ഫോർ എ മെമ്മറി ഫോർ മൈ ഫ്യൂച്ചർ വേർഷൻ. ഞാൻ ജസ്റ്റ് ലൈക്ക് എന്താ പറയുക വീഡിയോ എടുത്ത് വെക്കുന്നേ ഉള്ളൂ. എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ എനിക്കിതൊക്കെ കാണാൻ ഞാൻ ലൈഫിൽ നോർമലി ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ എടുത്ത് ഡോക്യുമെൻ്റ് ചെയ്ത് നടക്കുന്ന കൂട്ടത്തില്ല. ബിക്കോസ് എനിക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണണം എന്നുള്ളൊരിതുകൊണ്ട്. അപ്പം ഇതും ഞാൻ അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുകയാണ്. ഐ ടോൾഡ് യു ഫോർ മൈ ഫ്യൂച്ചർ വേർഷൻ. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കാണാൻ രസമുണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് തന്നെ സെൽഫ് ഗിഫ്റ്റ് ചെയ്ത് എൻ്റെ 29 ബർത്ത്ഡേ ഗിഫ്റ്റ്സ്, അതായത് എൻ്റെ സെൽഫ് ഗിഫ്റ്റ്സ്. ഇതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി ഞാൻ തന്നെ മേടിച്ച സാധനങ്ങളാണ്, വേറെ ആരും മേടിച്ചതൊന്നുമല്ല. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ഞാനിങ്ങനെ ഒരുപാട് കഥ പറഞ്ഞ് വീഡിയോ ഭയങ്കരമായിട്ട് ലാഗ് ആക്കുന്നില്ല. ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂട്ടുന്നില്ല. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാനിത് എന്നാ പോസ്റ്റ് ചെയ്യുക, February 4th എൻ്റെ ബർത്ത്ഡേ. ഞാൻ ഇനിയിപ്പം എന്നാ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഞാൻ മേ ബി പോസ്റ്റ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ വെറുതെ എടുത്ത് വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് കാണാം എന്നുള്ള വിധത്തിൽ ഞാൻ എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന പോലും എനിക്കറിയില്ല. ഇനി അഥവാ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ February 4th പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓർ അത് കഴിഞ്ഞിട്ടാണോ പോസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് എടുത്ത് വെക്കുന്നു, അത്രയേ ഉള്ളൂ. once again happy birthday to me and see you in my next video. ഞാൻ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യണം എന്നും ഇങ്ങനെ അൺബോക്സിങ് അങ്ങനെ ഗിഫ്റ്റുകൾ തരണം, അതെടുക്കണം, ഒക്കെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. സോ ഞാനിങ്ങനെ ലോങ് വീഡിയോ എടുത്ത് എൻ്റെ ബർത്ത്ഡേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം താങ്ക് യു സോ മച്ച് ആൻഡ് I love you all. Thank you. Bye.